ഓം ശാന്തി 26/1/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾക്കിപ്പോൾ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകുന്നതിനുള്ള ആശ്രയം ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് പാവനമായി കർമാതീതമായി തന്റെ ശാന്തിധാമത്തിലേക്ക് പോകും. ചോദ്യം: ബാബയുടെ വാത്സല്യം ഏതു കുട്ടികൾക്കാണ് ലഭിക്കുന്നത്? ബാബയെ എങ്ങനെ പ്രത്യക്ഷമാക്കും? ഉത്തരം: ഏതു കുട്ടികളാണോ വളരെ വിശ്വസ്തരും സർവീസബിളും അതിമധുരവുമായിട്ടുള്ളത്, ഒരിക്കലും ആർക്കും ദുഃഖം നൽകാത്തത്, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ബാബയുടെ വാത്സല്യം ലഭിക്കുന്നു. എപ്പോഴാണോ നിങ്ങൾ കുട്ടികൾ പരസ്പരം വളരെ സ്നേഹത്തോടെ ഇരിക്കുന്നത്, ഒരിക്കലും തെറ്റുകൾ സംഭവിക്കാതിരിക്കുന്നത്, വായിലൂടെ ദുഃഖം നൽകുന്ന വാക്കുകൾ വരാതിരിക്കുന്നത്, സദാ ആത്മീയ സാഹോദര്യ സ്നേഹമുണ്ടാകുന്നത്, അപ്പോൾ ബാബയെ പ്രത്യക്ഷമാക്കാൻ സാധിക്കും. ഗീതം: ഞങ്ങൾക്ക് ആശ്രയം നൽകുന്ന ഭഗവാനെ. ഓം ശാന്തി. ഗീതം കുട്ടികൾ അനേക തവണ കേട്ടിട്ടുണ്ട്. ഈ വരവ് പോക്കിന്റെ ചക്രത്തിൽപ്പെട്ട് നിങ്ങൾ എത്രത്തോളം അലഞ്ഞു എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുത്തു. സുഖധാമത്തിൽ നിങ്ങൾ സന്തോഷത്തോടെ സ്വയം ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുക്കുമായിരുന്നു. ഇപ്പോൾ ബാബ സന്തോഷത്തോടെ ശരീരം ഉപേക്ഷിക്കുന്നതിനായി മനസ്സിലാക്കി തരികയാണ്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ആത്മാക്കൾ പരംധാമത്തിൽ നിന്ന് വന്നവരാണ്. നമ്മൾ ആത്മാക്കൾ ഇവിടെ പാർട്ട് അഭിനയിക്കുകയാണ്. ആദ്യം ആത്മാവിൽ ഈ നിശ്ചയം വേണം, നമ്മൾ ആത്മാക്കൾ അവിനാശിയാണ്. കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നമുക്ക് ആശ്രയം നൽകുന്നത് ഒരേ ഒരു ബാബയാണ്. ബാബയെ ഓർമ്മിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടാകുന്നു. ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആദ്യം എല്ലാവരും ശാന്തിധാമത്തിലായിരുന്നു വസിച്ചിരുന്നത്. പിന്നീട് ആദ്യമായി ഇറങ്ങി വരുന്നത് സുഖധാമത്തിലേക്കാണ്. ബാബ നിങ്ങൾക്ക് ആശ്രയം നൽകുകയാണ്. കുട്ടികളെ, നിങ്ങളുടെ ശാന്തിധാമവും സുഖധാമവും വന്നു കഴിഞ്ഞു. നമ്മൾ ആത്മാക്കൾ ഒരു ശരീരം ഉപേക്ഷിച്ച് രണ്ടാമത് എടുക്കുന്നു എന്നതിൽ നിശ്ചയമുണ്ട്. ആദ്യം മുതൽ തന്നെ അവിനാശി പാർട്ട് ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിക്കണം. ബാബ കുട്ടികളോട് തന്നെയാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഈ കാര്യങ്ങൾ അറിയുകയില്ല. ഈ പുരുഷോത്തമ സംഗമയുഗത്തിലാണ് പുരുഷോത്തമനായി മാറാൻ ബാബ വഴി പറഞ്ഞു തരുന്നത്. ആത്മാവിന് ഒരു ഭയവും ഉണ്ടാകരുത്. നമ്മൾ വളരെ ഉയർന്ന പദവിയാണ് നേടുന്നത്. നിങ്ങൾ മുഴുവൻ ജന്മങ്ങളെയും അറിഞ്ഞുകഴിഞ്ഞു. ഇതാണ് അന്തിമ ജന്മം. ആത്മാവിന് മനസ്സിലായി, നമുക്ക് ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകുന്നതിനായി ആശ്രയം ലഭിച്ചിരിക്കുകയാണ്. എങ്കിൽ സന്തോഷത്തോടെ പോകണം. പക്ഷെ ഇപ്പോൾ ഈ ജ്ഞാനം ലഭിച്ചിട്ടുണ്ട്. ആത്മാവ് പതീതമാണ്. ആത്മാവിന്റെ ചിറക് ഒടിഞ്ഞിരിക്കുകയാണ്. മായ ചിറകുകളെ ഒടിച്ചിരിക്കുന്നു. അതിനാൽ തിരിച്ചു പോകാൻ സാധിക്കില്ല. തീർച്ചയായും പാവനമായി മാറണം. അവിടെ നിന്ന് താഴേക്ക് വന്ന്, പക്ഷെ ഇപ്പോൾ തനിയെ തിരിച്ചു പോകാൻ സാധിക്കില്ല. എല്ലാവർക്കും പാർട്ട് അഭിനയിക്കുക തന്നെ വേണം. നമ്മൾ വളരെ ഉയർന്ന കുലത്തിലേതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ വീണ്ടും നമുക്ക് ഉയർന്ന കുലത്തിന്റെ രാജ്യഭാഗ്യം ലഭിക്കുകയാണ്. പിന്നീട് നമ്മൾ ഈ ശരീരത്തെ എന്ത് ചെയ്യാനാണ്? നമുക്ക് സത്യുഗത്തിൽ പുതിയ ശരീരം ലഭിക്കും. ഇങ്ങനെ സ്വയത്തോട് സംസാരിക്കണം. ബാബ സ്വയം തന്റെ പരിചയവും രചനയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യവും മനസ്സിലാക്കി തരുന്നു.
അതായത് ആത്മാവ് തന്നെയാണ് സത്തോ പ്രധാനം. സത്തോ രജോ തമോയിലേക്ക് വരുന്നു. ഇപ്പോൾ വീണ്ടും ആത്മാ അഭിമാനിയായി മാറേണ്ടി വരും. ആത്മാവിന് തന്നെയാണ് പാവനമായി മാറേണ്ടത്. ബാബ പറഞ്ഞിരുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, ബാക്കി ആരെയും ഓർമ്മിക്കേണ്ടതില്ല. ധനം, സമ്പത്ത്, വീട്, കുട്ടികൾ എന്നിവയിലേക്ക് ബുദ്ധി പോയാൽ കർമാതീത അവസ്ഥ പ്രാപിക്കില്ല. പിന്നീട് പദവി കുറഞ്ഞ് ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ആത്മാക്കൾ തിരികെ പോകുകയാണ്. പാവനമായി മാറി തിരിച്ചു പോകണം. ബാബ പാവനമാക്കി മാറ്റാൻ വന്നിരിക്കുകയാണ്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് സന്തോഷത്തോടെ ബാബയെ ഓർമ്മിച്ച് വികർമ്മത്തെ വിനാശമാക്കിക്കൂടാ? സ്വയം ഓർമ്മിക്കുന്നവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ലക്ഷ്യത്തിലെത്തും. ഇതിനെയാണ് വിചാരസാഗര മന്ഥനം എന്ന് പറയുന്നത്. അതിരാവിലെ വിചാരസാഗര മന്ഥനം വളരെ നന്നായി നടക്കും. എന്തുകൊണ്ടെന്നാൽ ബുദ്ധി ശുദ്ധമായിരിക്കും, ഉണർവുള്ളതായിരിക്കും. ഭക്തിയും ആ സമയത്താണ് ഉണ്ടാകുന്നത്. പ്രഭാതത്തിൽ രാമനെ സ്മരിച്ചുകൊണ്ട് മനസ്സിനെ മയിലിന് സമാനമാക്കൂ എന്ന ഗീതവുമുണ്ട്. പക്ഷെ ഭക്തി മാർഗത്തിൽ കേവലം പാടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ബാബയുടെ നിർദ്ദേശമാണ്, അതിരാവിലെ ഉണർന്ന് എന്നെ ഓർമ്മിക്കൂ. എന്നാൽ സത്യുഗത്തിൽ രാമനെ സ്മരിക്കില്ല. ഇങ്ങനെയാണ് ഡ്രാമയിലുള്ളത്. ബാബ വന്ന് ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും രഹസ്യം പറഞ്ഞു തരികയാണ്. ആദ്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, അതിനാൽ കല്ലുബുദ്ധികൾ എന്ന് പറയപ്പെടുന്നു. സത്യയുഗത്തിൽ ഇങ്ങനെ വിളിക്കില്ല. ഈശ്വരൻ നിനക്ക് നല്ല ബുദ്ധി തരട്ടെ എന്ന് ഇപ്പോൾ മാത്രമാണ് പറയുന്നത്. ഇവിടെയുള്ള മഹിമ ഭക്തി മാർഗത്തിൽ പാടുന്നു. അതിനാൽ ബാബ വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ, നിങ്ങൾ പരിധിയില്ലാത്ത അച്ഛനെ മറന്നിരിക്കുന്നു. നിങ്ങൾക്ക് പകുതി കൽപ്പത്തിലേക്കുള്ള പരിധിയില്ലാത്ത സമ്പത്ത് നൽകിയത് ഞാൻ തന്നെയാണ്. നിങ്ങളെ പരിധിയില്ലാത്ത സന്യാസം ചെയ്യിപ്പിച്ചതും ഞാൻ തന്നെയായിരുന്നു. ഈ പരിധിയില്ലാത്ത പഴയ ലോകം ശവപ്പറമ്പാകും എന്നതും ഞാൻ തന്നെയാണ് പറഞ്ഞു തരുന്നത്. നശിക്കാൻ പോകുന്ന ഈ ലോകത്തെ എന്തിനാണ് ഓർമ്മിക്കുന്നത്? ബാബ ഞങ്ങളെ ഈ പതീത ലോകത്തിൽ നിന്ന് രക്ഷിച്ച് പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത് തന്നെ. പതീത ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. പാവന ലോകത്തിൽ വളരെ കുറച്ചുപേരെ ഉണ്ടാകൂ. കാലന്റെയും കാലനായ മഹാകാലനെ നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ. ഭക്തർ ഭഗവാനെ ഭക്തിയുടെ ഫലം നൽകാനായി വിളിച്ചിരുന്നു. ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചു. പകുതി കൽപ്പത്തെ ശീലം ഉള്ളതിനാൽ അതിൽ നിന്ന് മുക്തമാകാൻ പരിശ്രമമുണ്ട്. ഇതും ഡ്രാമയിൽ ഉള്ളതാണ്. കുട്ടികൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് കർമാതീത അവസ്ഥയെ പ്രാപ്തമാക്കുന്നു. കൽപ്പം മുമ്പെന്ന പോലെ ശേഷം വിനാശമുണ്ടാകും. ഇപ്പോൾ താമസിക്കാൻ പോലും സ്ഥലമില്ല, ധാന്യങ്ങളില്ല. എങ്ങനെ കഴിക്കും? അമേരിക്കയിലും പറയുന്നു, കോടിക്കണക്കിന് മനുഷ്യർ വിശന്നു മരിക്കും. ഈ പ്രകൃതിക്ഷോഭങ്ങൾ വരാനുള്ളതാണ്. യുദ്ധം ആരംഭിച്ചാൽ ധാന്യം എവിടെ നിന്ന് വരാനാണ്? യുദ്ധവും വളരെ ഭയാനകമായിരിക്കും. അവരുടെ കയ്യിൽ എന്തെല്ലാം ആയുധങ്ങൾ തയ്യാറാണോ അതെല്ലാം അവർ പുറത്തെടുക്കും. പ്രകൃതിക്ഷോഭങ്ങളും സഹായിക്കും. അതിനു മുമ്പ് കർമാതീത അവസ്ഥ പ്രാപ്തമാക്കണം. കറുത്തതിൽ നിന്ന് വെളുത്തവരാകണം. കാമചിതയിലിരുന്ന് കറുത്തുപോയിരിക്കുന്നു. ഇപ്പോൾ ബാബ സുന്ദരമാക്കുകയാണ്. ആത്മാക്കളെല്ലാവരും വിശ്രമിക്കുന്ന സ്ഥാനം ഒന്ന് തന്നെയാണ്. ഇവിടെ വന്ന് പാർട്ട് അഭിനയിക്കുകയാണ്. രാമരാജ്യത്തെയും രാവണ രാജ്യത്തെയും മറികടക്കണം. ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇപ്പോൾ ഈ പഴയ ലോകത്തിന്റെ അന്ത്യമാണ്.
ഞാൻ വരുന്നത് അന്തിമത്തിലാണ്, കുട്ടികൾ വിളിക്കുന്ന സമയത്ത്. പഴയ ലോകത്തിന്റെ വിനാശം തീർച്ചയായും ഉണ്ടാകണം. വേട്ടക്കാരന് വിളയാട്ടം, വേട്ടമൃഗത്തിന് പ്രാണവേദന എന്ന മഹിമ ഈ സമയത്തെക്കുറിച്ചുള്ളതാണ്. എന്നാൽ ബാബയുടെ ശ്രീമത്തിലൂടെ നടന്നില്ലെങ്കിൽ അന്തിമ സമയത്ത് സന്തോഷം അനുഭവപ്പെടില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, നമുക്ക് ഈ ശരീരം ഉപേക്ഷിച്ച് അമരപുരിയിലേക്ക് പോകണം. നിങ്ങളുടെ പേര് തന്നെ ശക്തികളെന്നാണ്, ശിവശക്തികൾ. പിന്നെ നിങ്ങൾ പ്രജാപിതാവിന്റെ ബ്രഹ്മകുമാരന്മാരും കുമാരികളുമാണ്. ശിവബാബയുടെ കുട്ടികളാണ്. പിന്നീട് നിങ്ങൾ സഹോദരീ സഹോദരന്മാരാകുന്നു. പ്രജാപിത ബ്രഹ്മാവിലൂടെയാണ് രചന രചിക്കുന്നത്. ബ്രഹ്മാവിനെ മുതുമുത്തച്ഛൻ എന്നാണ് വിളിക്കുന്നത്. അതിനാൽ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ എല്ലാം ചെയ്യുന്നത്. ആത്മാവാണ് ശരീരത്തിലൂടെ അടിക്കുന്നത്. ആത്മാവ് പറയുന്നു, ഞാൻ ഈ ശരീരത്തിലൂടെ ഇന്ന ആത്മാവിന്റെ ശരീരത്തെ അടിച്ചു. കുട്ടികൾ കത്തിലെഴുതും, ഞാൻ ആത്മാവ് ശരീരത്തിലൂടെ ഇന്ന തെറ്റ് ചെയ്തു. തീർച്ചയായും പരിശ്രമമുണ്ട്. ഇതിനെക്കുറിച്ച് വിചാരസാഗര മന്ഥനം ചെയ്യണം. പുരുഷന്മാർക്ക് വളരെ സഹജമാണ്. മുംബൈയിൽ അതിരാവിലെ എത്ര പേരാണ് കറങ്ങാൻ പോകുന്നത്? നിങ്ങൾക്കാണെങ്കിൽ ഏകാന്തമായി വിചാരസാഗര മന്ഥനം ചെയ്യണം. ബാബയുടെ മഹിമ പാടിക്കൊണ്ടിരിക്കൂ. ബാബ, അങ്ങയുടെ കാര്യങ്ങൾ അത്ഭുതമാണ്. ദേഹധാരികളുടെ മഹിമയല്ല പാടുന്നത്. വിദേഹിയായ ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ ഒരിക്കലും തനിക്കായി ഒരു ശരീരം ധാരണ ചെയ്യുന്നില്ല. സ്വയം പറയുന്നു, ഞാൻ സാധാരണ ശരീരത്തിലാണ് പ്രവേശിക്കുന്നത്. ഇവർക്ക് തന്റെ ജന്മങ്ങളെ അറിയില്ല. നിങ്ങൾക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇവർ എന്നിലൂടെ അറിഞ്ഞു. അതിനാൽ നിങ്ങളും അറിഞ്ഞു. എങ്കിൽ ഇതും പ്രാക്ടീസാണ്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകും. എപ്പോൾ നിങ്ങൾ ആത്മാവാണെന്ന് നിശ്ചയം വെക്കുന്നുവോ അപ്പോൾ ആത്മാവിനെ തന്നെ കണ്ടുകൊണ്ടിരിക്കും. പിന്നീട് വികാരത്തിന്റെ കാര്യവും ഉയരില്ല. ബാബ പറയുന്നു, അശരീരിയായി ഭവിക്കൂ. പിന്നീട് വികാരി ചിന്തകൾ എന്തുകൊണ്ടാണ് വരുന്നത്? ശരീരത്തെ കാണുന്നതുകൊണ്ടാണ് വീണു പോകുന്നത്. നോക്കേണ്ടത് ആത്മാവിനെയാണ്. നമ്മൾ ആത്മാക്കളാണ്. നമ്മൾ ഈ പാർട്ട് അഭിനയിക്കുകയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, അശരീരിയാകൂ. എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പാപമില്ലാതാകും. പിന്നെ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നതിലൂടെ സമ്പാദ്യവും ഉണ്ടാകും. അതിരാവിലെയുള്ള സമയം വളരെ നല്ലതാണ്. കേവലം ബാബയല്ലാതെ മറ്റാരെയും കാണരുത്. പിന്നെ ഈ ലക്ഷ്മി നാരായണനാണ് പ്രഥമ ലക്ഷ്യം. മന്മനാഭവ മധ്യാജി ഭവ. ഇതിന്റെ അർത്ഥം ആർക്കും അറിയില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭക്തി പ്രവൃത്തി മാർഗത്തിലുള്ളവർക്കുള്ളതാണ്. നിവൃത്തി മാർഗത്തിലുള്ളവർ കാട്ടിൽ ചെന്ന് എന്ത് ഭക്തി ചെയ്യാനാണ്? മുൻപ് സന്യാസിമാർ സത്തോ പ്രധാനമായിരുന്നു. ആ സമയത്ത് അവർക്ക് വേണ്ടതെല്ലാം കാട്ടിൽ തന്നെ എത്തിക്കുമായിരുന്നു. ഇപ്പോൾ നോക്കൂ, എല്ലാ കുടിലുകളും കാലിയാണ്. എന്തെന്നാൽ അവർ തമോ പ്രധാനമായതിനാൽ അവരുടെ അടുത്തേക്ക് ഒന്നും തന്നെ എത്തുന്നില്ല. ഭക്തർക്ക് അവരോടുള്ള ആദരവ് കുറഞ്ഞു. അതിനാൽ ഇപ്പോൾ അവർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കോടിപതികളാണ്. ഇതെല്ലാം നശിക്കാൻ പോകുന്നതാണ്. അല്ലാതെ സ്വർണത്തിന്റെ കൊട്ടാരമുണ്ടാക്കാനൊന്നും സാധിക്കില്ല. സത്യയുഗത്തിൽ സർവ്വതും പുതിയത് ലഭിക്കുന്നു. ധാന്യങ്ങളും പുതിയത് ലഭിക്കുന്നു. പുതിയ ലോകത്തിൽ എല്ലാം ഫസ്റ്റ് ക്ലാസ് സാധനങ്ങളായിരിക്കും.
ഇപ്പോഴാണെങ്കിൽ ഭൂമി ജീർണിച്ചു കഴിഞ്ഞു. അതിനാൽ ധാന്യങ്ങളും പൂർണമായ രീതിയിൽ ലഭിക്കില്ല. അവിടെ മുഴുവൻ ഭൂമിയും സാഗരവും നിങ്ങളുടേതായിരിക്കും. അവിടെ എത്ര ശുദ്ധമായ ഭോജനമാണ് കഴിക്കുക. ഇവിടെയാണെങ്കിൽ നോക്കൂ, മൃഗങ്ങളെ പോലും പാചകം ചെയ്തു കഴിക്കുന്നു. അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അതിനാൽ നിങ്ങൾ കുട്ടികൾ ബാബയ്ക്ക് വളരെയധികം നന്ദി പറയണം. നിങ്ങൾ ബാബയെ അറിഞ്ഞു, പിന്നീട് മറ്റുള്ളവരോടും പറയണം. ബാബ പറയുന്നു, ഞാൻ സാധാരണ വൃദ്ധ ശരീരത്തിലാണ് പ്രവേശിക്കുന്നത്. ഇവരുടെ വാനപ്രസ്ഥ അവസ്ഥയിലാണ് പ്രവേശിക്കുന്നത്. വാനപ്രസ്ഥ അവസ്ഥയിൽ തന്നെയാണ് തിരിച്ചു പോകേണ്ടത്. ഇതും നിയമമാണ്. ഭക്തിയിലും ഈ ആചാരമാണ് നടന്നു വരുന്നത്. ഇതെല്ലാം ധാരണ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചിലർ നല്ല രീതിയിൽ കുറിച്ചുവെച്ച് ധാരണ ചെയ്ത് മറ്റുള്ളവരെയും കേൾപ്പിക്കുന്നു. കേൾക്കുന്നതിലൂടെ വളരെയധികം ആനന്ദം അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ആശ്രയം ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഓരോ ആത്മാവും ഭൃകുടിയാകുന്ന സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഭൃകുടി മധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവ്യ നക്ഷത്രം എന്ന ആത്മാവിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പരമപിത പരമാത്മാ ശിവൻ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാറില്ല. ആത്മാവാണ് തിളങ്ങുന്നത്. ആത്മാക്കൾ സഹോദരങ്ങളാണ്. അതിനാലാണ് പറയുന്നത് ഹിന്ദുസ്ഥാനികളും പാകിസ്ഥാനികളും ബൗദ്ധികളും എല്ലാവരും സഹോദരങ്ങളാണ് എന്ന്. എന്നാൽ സഹോദരൻ എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് പരസ്പരം എത്ര സ്നേഹം ഉണ്ടായിരിക്കണം. സത്യുഗത്തിൽ മൃഗങ്ങൾക്ക് പോലും പരസ്പരം സ്നേഹമുണ്ടാകും. നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണെങ്കിൽ എത്ര സ്നേഹം വേണം. പക്ഷെ ദേഹാഭിമാനത്തിൽ വരുന്നതിനാൽ പരസ്പരം വളരെയധികം ബുദ്ധിമുട്ട് നൽകുന്നു. പിന്നീട് പരസ്പരം ആക്ഷേപിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ കുട്ടികൾക്ക് പരസ്പരം ക്ഷീരഖണ്ഡമായി, അതായത് മധുരമായ സ്വഭാവം കൊണ്ട് മുന്നോട്ടു പോകണം. ഈ സമയത്ത് നിങ്ങൾ ഇതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്യുന്നു. പിന്നീട് 21 ജന്മം ക്ഷീരഖണ്ഡമായി തന്നെ മുന്നോട്ടു പോകുന്നു. അഥവാ എന്തെങ്കിലും തലതിരിഞ്ഞ വാക്കുകൾ വായിലൂടെ വന്നാൽ ഉടൻ പറയണം, എന്നോട് ക്ഷമിക്കണം. എന്തുകൊണ്ടെന്നാൽ ബാബയുടെ ആജ്ഞയാണ്, വളരെയധികം മധുരമായി ജീവിക്കൂ. ആരാണോ ഈ ആജ്ഞയെ അനുസരിക്കാത്തത് അവർ ആജ്ഞ ലംഘിക്കുന്നവരാണ്. ഒരിക്കലും ആർക്കും ദുഃഖം നൽകരുത്. ബാക്കി ബാബയ്ക്കറിയാം. പോലീസ് സേവനം ചെയ്യുന്നവർക്ക് ആരുടെയെങ്കിലും സത്യത തെളിയിക്കുന്നതിനായി ചിലപ്പോൾ അടി കൊടുക്കേണ്ടതായും വരുന്നു. മിലിറ്ററിയിലുള്ളവർക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കുക മാത്രം ചെയ്യൂ, എങ്കിൽ തോണി അക്കരെയെത്തും. ഈ പഴയ ലോകത്തിൽ എന്താണ് കാണാനുള്ളത്? നമുക്ക് പുതിയ ലോകത്തെയാണ് കാണേണ്ടത്. ഇപ്പോൾ ശ്രീമതത്തിലൂടെ പുതിയ ലോകത്തിന്റെ സ്ഥാപന ഉണ്ടാവുകയാണ്. ഇവിടെ ആശീർവാദത്തിന്റെ കാര്യമേയില്ല. ടീച്ചർ ഒരിക്കലും ആശീർവാദം നൽകുകയല്ല ചെയ്യുക. ടീച്ചർ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആരെത്രത്തോളം പഠിക്കുന്നുവോ, നല്ല പെരുമാറ്റം ധാരണ ചെയ്യുന്നുവോ, അത്രയും ഉയർന്ന പദവി പ്രാപ്തമാക്കും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. നമ്മുടെ രജിസ്റ്റർ എങ്ങനെയാണെന്ന് സ്വയം നോക്കണം. ചിലർ വളരെ മധുരമായി പോകുന്നുണ്ട്. എല്ലാ കാര്യത്തിലും സന്തുഷ്ടരാണ്. ബാബ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരസ്പരം കച്ചേരി, അതായത് ചർച്ച വയ്ക്കൂ. എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നുണ്ടോ? എന്നാൽ ചർച്ച ചെയ്യുന്നവർക്ക് നിശ്ചയം വേണം, നമ്മൾ ആത്മാക്കളാണ്. ഞാൻ എന്റെ സഹോദരനോടാണ് ചോദിക്കുന്നത്, ഈ ശരീരത്തിലൂടെ ഒരു തെറ്റും സംഭവിച്ചില്ലല്ലോ, ആർക്കും ദുഃഖം നൽകിയില്ലല്ലോ. ബാബ ഒരിക്കലും ദുഃഖം നൽകില്ല. ബാബ സുഖധാമത്തിന്റെ അധികാരിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്.
അതിനാൽ നിങ്ങളും എല്ലാവർക്കും സുഖം നൽകണം. മോശമായി ഒരിക്കലും സംസാരിക്കരുത്. ഒരിക്കലും നിയമം കയ്യിലെടുക്കരുത്. നിങ്ങളുടെ ജോലി റിപ്പോർട്ട് ചെയ്യലാണ്, അതായത് കാര്യം അറിയിക്കുക എന്നതാണ്. വളരെ മധുരമായി മാറണം. എത്രത്തോളം മധുരമായി മാറുന്നുവോ അത്രയും അച്ഛനെ പ്രത്യക്ഷമാക്കും. ബാബ സ്നേഹസാഗരനാണ്. നിങ്ങളും സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുത്താൽ നിങ്ങളുടെ വിജയമുണ്ടാകും. ബാബ പറയുന്നു, എന്റെ ഓമന മക്കളെ, ഒരിക്കലും ആർക്കും ദുഃഖം നൽകരുത്. ഇങ്ങനെ തലതിരിഞ്ഞ തെറ്റുകൾ ചെയ്യുന്ന വളരെയധികം പേരുണ്ട്. പരദൂഷണം പറയുക, അസൂയപ്പെടുക, പരിഹസിക്കുക, ഇതെല്ലാം തന്നെ വികർമ്മങ്ങളല്ലേ? ബാബ പറയുന്നു, ആരാണോ വളരെ വിശ്വസ്തനും സർവീസബിളുമായിട്ടുള്ള കുട്ടി, തീർച്ചയായും അവരെ എനിക്ക് മധുരമായി തോന്നും. അവർക്ക് ബാബ വാത്സല്യം നൽകുന്നു, ബാക്കിയുള്ളവർക്ക് നൽകില്ല. പിന്നീട് പറയും, ഇവർക്ക് മാത്രമാണ് പ്രത്യേക പരിഗണന നൽകുന്നത്, ഇവരാണ് വലിയ ആൾ. ഇങ്ങനെ പലതും പറഞ്ഞ് അവനവനെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. തലതിരിഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ദോഷിയാകുന്നു. വാർത്തകൾ വരുന്നുണ്ട്, ഇന്നയാൾ പുകവലി ഉപേക്ഷിക്കുന്നില്ല. ബാബ പറയുന്നു, എനിക്ക് അവർക്കും മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുന്നു. അതായത് നിങ്ങൾക്ക് യോഗബലത്തിലൂടെ വിശ്വത്തെ പാവനമാക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത് ഉപേക്ഷിക്കാൻ സാധിക്കില്ല? ബാബയെ ഓർമ്മിക്കൂ. ബാബ അവിനാശിയായ സർജനാണ്. എല്ലാ ദുഃഖങ്ങളും ദൂരെയാകുന്ന തരത്തിൽ മരുന്ന് തരും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ദേഹാഭിമാനത്തിൽ വന്ന് പരസ്പരം ബുദ്ധിമുട്ടിപ്പിക്കരുത്. എല്ലാ കാര്യത്തിലും സന്തുഷ്ടരായിരിക്കണം. ഒരിക്കലും ഏഷണി കൂടരുത്. പരിഹസിക്കുകയും അസൂയപ്പെടുകയും ചെയ്യരുത്. ആർക്കും ദുഃഖം നൽകരുത്. എല്ലാവരും പരസ്പരം വളരെ മധുരമായ പാൽക്കടലായിരിക്കണം. 2. അതിരാവിലെ ഉണർന്ന് സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം. സ്വയത്തോട് സംസാരിക്കണം. വിചാരസാഗര മന്ഥനം ചെയ്ത് ബാബയോട് നന്ദി പറയണം. വരദാനം: തന്റെ ശക്തിശാലി സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് മനസ്സിലൂടെ സേവനം ചെയ്യുന്ന നമ്പർ 1 സേവാധാരിയായി ഭവിക്കൂ. അഥവാ ആർക്കെങ്കിലും വാക്കിലൂടെ സേവനം ചെയ്യുന്നതിനുള്ള അവസരം ലഭിക്കുന്നില്ലെങ്കിലും മനസ്സാ സേവനത്തിലുള്ള അവസരം എല്ലായ്പ്പോഴും ഉണ്ട്. ഏറ്റവും വലുതിലും വലുതും ശക്തിശാലിയുമായ സേവനം മനസ്സാ സേവനമാണ്. വാക്കിലൂടെയുള്ള സേവനം എളുപ്പമാണ്. എന്നാൽ മനസ്സാ സേവനത്തിനായി ആദ്യം സ്വയത്തെ ശക്തിശാലി ആക്കേണ്ടതായുണ്ട്. ശബ്ദത്തിലൂടെയുള്ള സേവനം സ്ഥിതി കയറി ഇറങ്ങിയാലും ചെയ്യാം. എന്നാൽ മനസ്സാ സേവനം അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ആരാണോ തന്റെ ശ്രേഷ്ഠ സ്ഥിതിയിലൂടെ സേവനം ചെയ്യുന്നത് അവരാണ് മുഴുവൻ മാർക്കും നേടാൻ സാധിക്കുന്ന നമ്പർ 1 സേവാധാരി. സ്ലോഗൻ: ലൗകിക കാര്യം ചെയ്തും അലൗകികതയുടെ അനുഭവം ചെയ്യുന്നത് തന്നെയാണ് സമർപ്പണമാകുക. അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫെരിഷ്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. ഇപ്പോൾ ഡബിൾ ലൈറ്റായി ദിവ്യബുദ്ധിയാകുന്ന വിമാനത്തിലൂടെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ സ്ഥിതി ചെയ്ത് വിശ്വത്തിലെ സർവ ആത്മാക്കൾക്കും പ്രകാശത്തിന്റെയും ശക്തിയുടെയും ശുഭഭാവന ശ്രേഷ്ഠ കാമനയുടെ സഹയോഗത്തിന്റെ അല പരത്തൂ. ഈ വിമാനത്തിൽ ബാബ്ദാദയുടെ റിഫൈൻ ശ്രേഷ്ഠ മതത്തിന്റെ ഇന്ധനമുണ്ടായിരിക്കണം. അതിലൽപ്പം പോലും മന്മത്തിന്റെയോ പരമത്തിന്റെയോ അഴുക്ക് ഉണ്ടായിരിക്കരുത്. ഓം ശാന്തി.